ഒരു വ്യക്തിയോട് തോന്നുന്ന അഡിക്ഷൻ പാറ്റേൺ മാറ്റാനായിട്ടുള്ള ചില മാർഗങ്ങൾ. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് കോൺസ്റ്റന്റ്ലി അവൈലബിൾ ആകുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ മറ്റു പല ആക്ടിവിറ്റീസും ഉണ്ടാകണം. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സിനെ അക്നോളജ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഒരു ഓവർ ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് റീഅഷുറൻസ് വേണം, അവർക്കൊപ്പം ഇരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ജേണൽ ചെയ്യുക, മനസ്സിലാക്കുക എന്ത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ നമ്മുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കുകയും നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ഒന്ന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഹോബീസ് ഉണ്ടായിരിക്കണം, നമ്മുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കണം, നമ്മുടേതായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒന്ന് റീഅസസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ റിയാലിറ്റിയിൽ നിന്നിട്ടായിരിക്കില്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അതും നമ്മളൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ ആ വ്യക്തിയോട് നമുക്കൊരു അഡിക്ഷൻ തോന്നുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അവരുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഓവർ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ആ ഫോക്കസ് നമ്മുടെ മേലിലേക്ക് ആക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ ഹെൽത്തും വെൽത്തും ലൈഫ് സ്റ്റൈലും ഹാബിറ്റ്സും ഒക്കെ ഫോക്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഫോക്കസ് മോർ ഓൺ യുവർ സെൽഫ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ പാറ്റേൺ മാറ്റാൻ വേണ്ടി മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫിന്റെ റോള് തന്നെയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അഡിക്ഷൻസിൽ നിന്നൊക്കെ മാറി വരാൻ പറ്റുന്നത്. നമുക്ക് മേലെ നമ്മൾ മറ്റൊരാളെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ആ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ആ വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തികളും ഓവർ അനലൈസ് ചെയ്ത് നമ്മുടെ മൂഡും ഇമോഷൻസും ഒക്കെ മാറി മറിയുകയും ചെയ്യുന്നതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ചില ടിപ്സ് ആണ് ഇപ്പൊ ഷെയർ ചെയ്തത് കേട്ടോ.